നമസ്കാരം. പാകിസ്ഥാൻ വളർത്തുന്ന തീവ്രവാദികൾ ഇന്ത്യൻ മണ്ണിൽ കയറി നിരപരാധികളായ നമ്മുടെ ഭാരതീയരെ വെടിവെച്ച് കൊന്നപ്പോൾ ശക്തമായ ഒരു ഓപ്പറേഷനാണ് ഇന്ത്യ നടത്തിയത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തിരിച്ചടി നൽകുന്നത് തുടരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഈ മാസത്തെ കേരള സന്ദർശനം റദ്ദാക്കുമെന്നാണ് സൂചന. ശബരിമല ദർശനത്തിനായി മെയ് 18-ന് രാഷ്ട്രപതി എത്തുമെന്നായിരുന്നു റിപ്പോർട്ട്. അങ്ങനെയാണ് രാഷ്ട്രപതി ഭവനിൽ നിന്നും നമ്മുടെ ദേവസ്വം ബോർഡിന് ഒരു അറിയിപ്പ് കിട്ടിയത്. ഈ സാഹചര്യത്തിൽ ശബരിമലയിലെ വെർച്വൽ ക്യൂ ബുക്കിംഗിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. 18-നും 19-നും തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് നിയന്ത്രണമുണ്ടായിരുന്നു. എന്നാൽ ഈ നിയന്ത്രണം ദേവസ്വം ബോർഡ് നീക്കി. ശബരിമലയിൽ ഇടവമാസ പൂജയ്ക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം ഒഴിവാക്കിയെന്നാണ് പത്രക്കുറിപ്പ്. ശബരിമലയിൽ ഇടവമാസ പൂജയ്ക്ക് എത്തുമെന്നാണ് രാഷ്ട്രപതി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഭീകരാക്രമണം നടന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രപതി ദർശനത്തിന് എത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഭക്തർക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയെന്നും ഈ ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ഭക്തർക്ക് ദർശനം നടത്താവുന്നതാണെന്നും ദേവസ്വം ബോർഡിന്റെ പബ്ലിക് റിലേഷൻ ഓഫീസർ വ്യക്തമായി പറയുന്നുണ്ട്. രാഷ്ട്രപതി ശബരിമലയിലേക്ക് ഇല്ല എന്നതിന്റെ സൂചനയാണ് ഈ പത്രക്കുറിപ്പ്. ശബരിമല ദർശനത്തിനായി ദ്രൗപദി മുർമു കേരളത്തിൽ എത്തുന്നുവെന്നായിരുന്നു റിപ്പോർട്ട്. ആദ്യമായാണ് ഒരു രാഷ്ട്രപതി ശബരിമലയിൽ എത്തുന്നത് എന്നതുകൊണ്ട് തന്നെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പഹൽഗാമിൽ ഭീകരാക്രമണമൊക്കെ നടത്തി നമ്മുടെ നിരപരാധികളായ 26 ഭാരതീയ സഹോദരിമാരെ വിധവകളാക്കിയ പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് ശക്തമായ ഒരു തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ 1-ാം ഘട്ടം നൽകി, 2-ാം ഘട്ടം നൽകിയിട്ടുണ്ട്. പഹൽഗാമിൽ 26 ഭാരതീയർ നമ്മുടെ സഹോദരിമാരുടെ നെറ്റിയിലെ ആ തിലകക്കുറി, ആ സിന്ദൂരക്കുറി മാച്ച് കളഞ്ഞ ആ നരാധവന്മാരെ വളർത്തുന്ന പാകിസ്ഥാന് നിഷ്ഠൂരം അവൻ്റെയൊക്കെ അടിവേര് അറക്കുന്നത് വരെ ദ്രൗപദി മുർമു രാഷ്ട്രപതി അവിടെ തന്നെ ഉണ്ടാകും. ഡൽഹിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഏകോപിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ രാജ്യത്ത് ഉടനീളം വലിയൊരു കർശനമായ സുരക്ഷ, അതീവ ജാഗ്രതാ സുരക്ഷയാണ് ഇന്ത്യയിൽ ഒട്ടുക്കെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി ശബരിമലയിൽ ഉൾപ്പെടെ സന്ദർശനം നടത്തുന്നത് വലിയ രീതിയിൽ ഒരു സുരക്ഷയ്ക്കൊരു പ്രശ്നമാകണ്ട എന്ന് കരുതിയും, രണ്ടാമത് രാജ്യത്ത് നടക്കുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, അതിൻ്റെയൊക്കെ ഒരു അടിവേര് എടുത്തു കളഞ്ഞതിന് ശേഷം തീവ്രവാദത്തിന് വേണ്ടി ഫണ്ടിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ മൊത്തത്തിൽ നശിപ്പിച്ചതിന് ശേഷം ശബരിമലയിലേക്ക് ദർശനം നടത്താനൊരു ശ്രമം അഥവാ ഒരു നീക്കമാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മെയ് 19-ന് രാഷ്ട്രപതി ശബരിമല ദർശനം നടത്തുമെന്നാണ് വാർത്ത. ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് രാഷ്ട്രപതി ഭവനിൽ നിന്നും ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്താണ് വെർച്വൽ ക്യൂ ബുക്കിംഗിൽ ഉൾപ്പെടെ ദേവസ്വം നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഈ നിയന്ത്രണം മാറുന്നത് തൽക്കാലം ശബരിമലയിലേക്ക് രാഷ്ട്രപതി വരുന്നില്ല എന്നതിന്റെ സൂചനയാണ്. ഈ വാർത്തയാണ് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് ഇന്ത്യ ശക്തമായ തിരിച്ചടിയാണ് നൽകി വരുന്നത്. 3 സൈന്യങ്ങളുടെയും മേധാവിയായ രാഷ്ട്രപതി ഡൽഹിയിൽ തുടരേണ്ട സാഹചര്യം അത്യാവശ്യമാണ്. ഇതുകൊണ്ടാണ് ശബരിമല യാത്ര മാറ്റുന്നത്. പാകിസ്ഥാനെതിരായ സൈനിക നീക്കങ്ങൾ അവസാനിച്ച ശേഷം രാഷ്ട്രപതി കേരളത്തിൽ ശബരിമല ദർശനത്തിന് എത്തുമെന്നാണ് സൂചന. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല സന്ദർശനത്തിന് മുന്നോടിയായി ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ പമ്പയിലെത്തി പരിശോധന നടത്തി മടങ്ങിയിരുന്നു. നിലയ്ക്കൽ പമ്പ പാതയിൽ ഉണങ്ങിയതും അപകടാവസ്ഥയിലുമുള്ള 21 മരങ്ങൾ വനംവകുപ്പ് മുറിച്ചു മാറ്റാനും തീരുമാനിച്ചിരുന്നു. പളാപ്പള്ളി ഫോറസ്റ്റർ അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി മരങ്ങളുടെ പട്ടിക റേഞ്ച് ഓഫീസർക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി ലഭിച്ച ശേഷമേ മരങ്ങൾ മുറിക്കൂ. നിലയ്ക്കൽ ഹെലിപാഡ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ഹെലികോപ്റ്റർ ഇറങ്ങേണ്ട സ്ഥാനം നിശ്ചയിച്ച് നമ്പർ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ മാസം 19-ന് കുമരകത്ത് നിന്നും ഹെലികോപ്റ്ററിൽ രാഷ്ട്രപതി നിലയ്ക്കലിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. കാർ മാർഗം പമ്പയിലെത്തി ഇരുമുടിക്കെട്ട് മുറുകി സന്നിധാനത്തേക്ക് മല കയറുമെന്നും ദർശനത്തിന് ശേഷമേ മടങ്ങൂ എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് ദർശനത്തിന് ശേഷം അന്ന് തന്നെ തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. പഹൽഗാമിലെ കണ്ണീരിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ സന്ദർശനത്തിൽ മാറ്റമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. 2 മാസത്തോളമായി രാഷ്ട്രപതിയുടെ വരവ് പ്രതീക്ഷിച്ച് ശബരിമലയിൽ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം. ഞാൻ ഡോക്ടർ വിപിനചന്ദ്രൻ നായർ, ചാങ്ങേത്ത് ആയുർവേദ ഹോസ്പിറ്റൽ, തുമ്പോൺതാഴം. 8 കരകളുടെയും നാഥനായ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ മെയ് 11 മുതൽ 18 വരെ നടക്കുന്ന സ്കന്ദ സത്രം. ഇത് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കന്ദ സത്രം ഇവിടെ നടത്തുന്നത് എന്ന് തോന്നുന്നു. ഇതൊരു മഹാക്ഷേത്രമാണ്.
1200 1500 വർഷത്തെ പഴക്കമുള്ള വളരെ ബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക് ഈ സത്രത്തിന് എല്ലാവരുടെയും സഹകരണം, ഈ 8 കരയിൽ നിന്ന് ഉള്ളതല്ല, ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരുടേതും ഉണ്ടാകണം. ഇതിനു വേണ്ട എല്ലാ ആശംസകളും ഞാൻ നേരുന്നു.